നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ LDF തോറ്റു കഴിഞ്ഞാൽ LDFിൻ്റെ യഥാർത്ഥ സ്വഭാവം അവർ പുറത്തെടുക്കുമെന്നുള്ള കാര്യം. അത് ഫലം വന്ന അന്ന് തന്നെ അവർ തെളിയിച്ചു. പാലക്കാട് രമേഷ് പിഷാരടിയുടെ റോഡ് ഷോയ്ക്കിടയിൽ അവിടെ ആക്രമണമുണ്ടായി. പോലീസ് കയറി അറഞ്ചം പുറഞ്ചം പാർട്ടി ഓഫീസിൽ കയറിയാണ് അവരെ തല്ലിയത്. പക്ഷേ അതിനുശേഷം ഇന്നലെ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം CPM-കാരും DYFI-കാരും ഒക്കെ നടത്തി. AK ബാലൻ ഉൾപ്പെടെയുള്ളവർ, മുതിർന്ന നേതാക്കളൊക്കെ പോലീസിനെ വളരെ വിമർശിച്ചുകൊണ്ടും CPM-ൻ്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. ഇവിടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു പറഞ്ഞത് CPM ഭരണമുള്ളത് കൊണ്ടാണ് ഇത്രയധികം ഒതുങ്ങിയിരുന്നത്, ഇനി ഞങ്ങൾ അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള ഒരു ഭീഷണിയൊക്കെ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ പല മുതിർന്ന നേതാക്കളും ഇത്തരത്തിൽ ഒരു വാദമുഖങ്ങളുമൊക്കെയായി രംഗത്തെത്തിയിട്ടുണ്ട്. തൃക്കരിപ്പൂരിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ റോഡ് ഷോയ്ക്കിടയിലും ഇന്നലെ അക്രമം അരങ്ങേറി. 80ഓളം CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 100ഓളം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. അങ്ങനെ നിരവധി അക്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മന്ത്രിസഭ പോലും രൂപീകരിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ CPM അക്രമം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവർ ചെയ്യാൻ പോകുന്നത് നിരന്തരം ഇത്തരത്തിൽ അക്രമം നടത്തും, സമരം എന്ന പേരിൽ ആഭാസത്തരങ്ങൾ നടത്തും, ബസ്സുകളും അതുപോലെയുള്ള പൊതുവകകളുമൊക്കെ തല്ലിത്തകർക്കും, ആൾക്കാരെ കയ്യേറ്റം ചെയ്യും. അങ്ങനെ പല രീതിയിലുള്ള അക്രമങ്ങൾ ഇവർ അഴിച്ചുവിടും. അതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നു എന്നുള്ള ഒരു തോന്നലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മുളയിലേ നുള്ളിയില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും. ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ളത് AK ബാലനെ പോലെയുള്ള മുതിർന്ന ഒരു നേതാവിൻ്റെ പ്രസ്താവനയാണ്. യഥാർത്ഥത്തിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങി നിൽക്കുന്ന LDF, ആ LDFിൻ്റെ ഒരു മുൻ മന്ത്രി അല്ലെങ്കിൽ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ AK ബാലൻ പറയേണ്ടത് നമ്മൾ അക്രമത്തിൻ്റെ പാതയിലേക്ക് പോകേണ്ട, അതുകൊണ്ട് നമുക്ക് ഇനി ഭരണം വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ജനകീയമായിട്ടുള്ള സമരങ്ങളൊക്കെ നടത്താം എന്നുള്ള രീതിയിലുള്ള സമാധാന വാക്കുകൾ പറയേണ്ടതിനു പകരം എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ പറയുന്നത് CPM-ൻ്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ എന്നൊക്കെയുള്ള ഭീഷണിയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇവിടെ ഇനി ക്രമസമാധാനം വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് പോകും എന്നുള്ളതാണ്. AK ബാലൻ്റെയും EN സുരേഷ് ബാബുവിൻ്റെയും ഒക്കെ ഈ ഒരു പ്രോത്സാഹനം കണ്ടപ്പോൾ ഈ അണികളൊക്കെ, അതായത് ഈ അണികളൊക്കെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇവരിൽ പലരും 20, 21, 22 വയസ്സായ ചെറുപ്പക്കാരായ കുട്ടികളാണ്. ഇവരൊക്കെയാണ് അക്രമം നടത്തുന്നത്. ഇവരെയൊക്കെ ഇങ്ങനെ എരികേറ്റി വിട്ടുകൊടുക്കുമ്പോൾ ഇവർ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടും. അതിൻ്റെ പരിണിത ഫലവും ദൂഷ്യവശങ്ങളും ഒന്നും അവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ചിന്താശേഷി ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവരിപ്പോഴും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിലൂടെയൊക്കെ ബാലനൊക്കെ രക്ഷപ്പെടുന്നത് എന്താണ്? ഈ പറയുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും മനസ്സിലാക്കണം. ബാലൻ്റെ മകൻ നിഖിൽ, ഈ നിഖിൽ പഠിച്ചത് നെതർലാൻഡ്സിലാണ്. അവിടെയാണ് അയാൾ പഠിച്ച് ബിരുദമെടുത്തത്. ആ ബിരുദദാന ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ ബാലനും ഭാര്യയും ഒക്കെ പോയിരുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ്. ഇനി കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുടെ കാര്യം എടുത്തു നോക്കൂ. ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും രണ്ടുപേരും ബിസിനസ്സുകാരാണ്. പിണറായി വിജയൻ്റെ മക്കളുടെ കാര്യം എടുത്തു നോക്കൂ. അദ്ദേഹത്തിൻ്റെ മകൾ വീണ കോടികൾ ആസ്തിയുള്ള ഒരു IT കമ്പനിയുടെ ഉടമയാണ്, എക്സാലോജിക്. ഇനി മകൻ, അദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നു, പിന്നെ പല ബിസിനസ്സുകളും ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും അവരുടെയൊക്കെ സാമ്പത്തിക നില ഭദ്രമാണ്. അവരൊക്കെ, മകൻ വിദേശത്താണ്, മകളും നാട്ടിലുണ്ടെങ്കിലും അവരും നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇനി EP ജയരാജൻ്റെ മക്കളുടെ കാര്യം എടുത്തു നോക്കൂ. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ജെയ്സണും മറ്റൊരു മകനുമുണ്ട്. ഇവരും ബിസിനസ്സുകാരാണ്. P ജയരാജൻ്റെ മക്കളും ഇപ്പോൾ ബിസിനസ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. PK ശ്രീമതിയുടെ മകനും ബിസിനസ്സാണ്. ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ എല്ലാ മക്കൾ സേഫാണ്. സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ എരികേറ്റി അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച് അക്രമങ്ങൾ നടത്തി അവരെ കേസിൽ കുരുക്കിയിട്ട് കഴിഞ്ഞാൽ ഇവർക്കൊരു പാസ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയോ കിട്ടില്ല. നല്ലൊരു പ്രൈവറ്റ് കമ്പനിയിൽ പോലും ഇവർക്ക് ജോലി കിട്ടില്ല. അത് ഇവർ പിന്നീട് പാർട്ടിയുടെ അടിമകളായി മാറും. ഏതെങ്കിലും കടത്തണ്ടയിലും പാർട്ടി ഓഫീസിലും ഒക്കെ ഇരിക്കേണ്ടി വരും. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനായി എപ്പോഴും പാർട്ടി പറയുന്നതെല്ലാം ഇവർക്ക് ചെയ്യേണ്ടി വരും. പാർട്ടി തല്ലാൻ പറഞ്ഞാൽ തല്ലണം, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം, മുദ്രാവാക്യം വിളിക്കാനും ചുമരെഴുത്ത് നടത്താനും ഒക്കെ ഇതുപോലെയുള്ള സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വേണം. അതിനായി ഈ കുട്ടികളെ കുരുക്കിയിടാനുള്ളൊരു തന്ത്രമാണ് ഇവരൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ ഏതെങ്കിലും ഒരു നേതാക്കളുടെ മക്കൾ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? പാർട്ടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇവരാരും ഇറങ്ങില്ല. അവർക്കറിയാം പാർട്ടിയുടെ അച്ഛന്മാർ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ കൂടി ഇതിലേക്ക് ഇറക്കി അവരുടെ ഭാവി നശിപ്പിക്കാൻ ഒരുക്കമല്ല. AK ബാലൻ തൻ്റെ മകനെ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ അതിനെ ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ എട്ടും പൊട്ടും തിരിയാത്ത, ചിന്താശേഷിയില്ലാത്ത ഈ കുട്ടികളെ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ പറഞ്ഞ് പിരികേറ്റി വിട്ട് അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച് അവരെ ക്രിമിനൽ കേസുകളിൽ കൊടുക്കിയിട്ട് പാർട്ടിക്ക് അണികളെ കൂട്ടാനാണ് ഇവരൊക്കെ നോക്കുന്നത്. ഈ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ഇത് മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷങ്ങൾ പോലീസിനെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുകയായിരുന്നു പിണറായി വിജയനും അയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും. അടിച്ചമർത്തപ്പെട്ടാണ് പോലീസുകാരിൽ പലരും ജോലി ചെയ്തിരുന്നത്. അതിൻ്റെയൊക്കെ വാശി അവർ തീർക്കും. ഭരണമാറ്റം ഉണ്ടായതോടുകൂടി പോലീസ് സടകുടഞ്ഞ് എണീറ്റിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ടത്.
ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കും. കാരണം ഒരു ദിവസം പോലും സമാധാനമായി ഇവിടെ ഭരിക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വൈര്യതയോടുകൂടി ജീവിക്കാനോ ഈ നാശം പിടിച്ചവന്മാർ സമ്മതിക്കില്ല. പക്ഷേ പോലീസ് എന്തായാലും അവരുടെ ജോലി കൃത്യമായി വെടിപ്പായി ചെയ്യും. അതിൻ്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ടത്. നവകേരള സർക്കിട്ട് നടക്കുമ്പോൾ ഈ പോലീസും ഗൺമാനും ഒക്കെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. കർമ്മഫലം എന്ന ഒന്നുണ്ട്, അത് അനുഭവിക്കാതെ തരമില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പരിക്കുകളൊന്നുമില്ലാതെ അംഗഭംഗമൊന്നും വരുത്താതെ ജീവിക്കാൻ കഴിയും. ഈ എൻ സുരേഷ് ബാബുവിനും ഈ AK ബാലനുമൊക്കെ ആഹ്വാനം ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അവരുടെ വായിൽ കിടക്കുന്ന നാവ് മാത്രം ചലിച്ചാൽ മതി. പക്ഷേ അടി കൊള്ളുന്നത് നിങ്ങളായിരിക്കും. അത് ഈ പ്രവർത്തകരും അവരുടെ വീട്ടുകാരും മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ നല്ലത്.